ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയ്ക്ക് ഞാൻ ഒരു ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അടിപൊളിയാവും. ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുത്തു. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ കണ്ടോ, ഈ ഒരു ചിഹ്നത്തിൽ പോയിട്ട് ഈ ന്യൂ ഐറ്റം നമ്മൾ നേരത്തെ സെക്വൻസ് എടുത്ത പോലെ അതിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വെക്കുക. എന്നിട്ട് ഒരു അളവ് പറയും, ആ അളവ് നോക്കിയതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നേരെ സെലക്ട് ചെയ്താണ്ട് എഫക്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക, ഗോഷ്യൻ ബ്ലറാന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ഗോഷ്യൻ ബ്ലർ അതിനകത്ത് ഞങ്ങൾക്ക് ഇടാം. എന്നിട്ട് എന്ത്, അപ്പോൾ ഈ എഡിറ്റ് കൺട്രോൾസിൽ എന്ത് വന്നത്, ഈ ഗോഷ്യൻ ബ്ലർ വന്നത് നമ്മൾ കളിയെല്ലാം എടുക്കുന്ന ഈ എഫക്റ്റ് കൺട്രോൾസിലാണ്. ഇനിയാണ് നമുക്ക് ഇവിടുന്ന് ഒരു മാസ്ക് എന്ന നിലക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെ മാസ്ക് എടുക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എനിക്ക് ഈ റൗണ്ട് ഷേപ്പ് മെല്ലെ ഏത് ഷേപ്പും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത്, ഈസ് ഓഫ് ഫ്യൂസിന്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് വെടുത്തും കാര്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത് ബ്ലർനെസ്, മാസ്ക് ഫെദർ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്ലർ കൂട്ടി വെക്കാം. ഇതിപ്പോൾ ഈ ഒരു കണ്ടതങ്ങൾ നമ്മൾ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിലാണ് ബ്ലർ വന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ചാക്കണം എന്നുണ്ടെങ്കിൽ ഇൻവേർട്ട് ചെയ്യാം. ഇപ്പോൾ തിരിച്ചാണ് ആവേണ്ടത്. ഇപ്പോൾ കണ്ട ഒരു വീഡിയോക്ക് ഒരു ഭംഗി വന്നാണ്ടങ്ങൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ മറ്റേ പെൻ ടൂൾ ഉപയോഗിച്ച് കൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഇത് റൗണ്ട് സെലക്ട് ചെയ്യുന്ന, മറ്റേത് നമ്മൾ പെൻ ടൂൾ എടുത്തിട്ട് ഓരോന്ന് കസ്റ്റമായിട്ട് ചെയ്യണ്ടേ. ഇതിങ്ങനെ പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്തോ, ഞാൻ എന്ത് ചെയ്തോ, ഇനി മാസം കുറച്ച് ഫെദറും കൂടി ആഡ് ചെയ്ത് വെക്കാം. മറ്റേതൊരു കൃത്യം ബ്ലർ കൊടുത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഫെദർ ആഡ് ചെയ്യുമ്പം ആ ഒരു പ്രശ്നം തീരും. ഇപ്പോൾ നോക്കാം, നിങ്ങൾ വീഡിയോക്ക് ഭംഗി കൂടിയോ കൂടിയില്ല നിങ്ങൾ പറയാം. ഇതാണ് മുമ്പത്തെ വെർഷന്, ഇതാണ് ഇപ്പോഴത്തെ വെർഷന്. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഓരോ ട്രിക്ക് പൊടുക്കൈകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, വീഡിയോ ഉണ്ടല്ലോ, അടിപൊളിയോ. ഇപ്പം ഞാൻ ടൈം ലൈനിൽ ഓരോന്ന് വലുതാക്കുന്ന കണ്ടോ, നിങ്ങൾ സൂം ചെയ്യുന്ന കണ്ടാ. ഇത് എങ്ങനെയാണെന്ന് അറിയുന്നത്, അതായത് നമ്മൾ കീബോർഡിൽ പ്ലസും മൈനസും ആയിക്കാൻ നിൽക്കുന്ന ഒരു ചടങ്ങ് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. മൈനസ് നിൽക്കിയാൽ ചുരുങ്ങും, പ്ലസ് നിൽക്കിയാൽ നമ്മൾ ഏത് ഭാഗത്താണോ ഈ ഒരു ഇത് കണ്ടെങ്കിൽ ഈ ഒരു ഈ ലൈന് എവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈനുള്ള സ്ഥലത്ത് നമുക്ക് സൂം ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് ഈ ഓഡിയോൻ്റെ ഇവിടെ കുറേ വേവ്സുകളുണ്ടാകും. അപ്പോൾ ഈ വേവ്സ് കൂടിയ സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ സൗണ്ട് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്കൊന്ന് കൃത്യമായിട്ട് കാണണം ഫോർ എഡിറ്റിംഗ് പർപ്പസിന്. ഇപ്പോൾ ഇവിടെ വേവ്സ് തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാം, അവിടെ വാക്കുവാണ്, തീരെ സൗണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോഴൊക്കെയാണ് ഈ സൂമിൻ്റെ ഉപകാരപ്പെടുക. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് സി നിൽക്കിയാൽ എന്ത് ചെയ്ത്, ഇത് കണ്ടങ്ങൾ ഒരു ബ്ലേഡിൻ്റെ ചിഹ്നമെന്ന്, അതാണ് റൈസർ ടൂൾ. കണ്ട സി നിൽക്കിയപ്പം. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, വി നിൽക്കിയാലാണ് ഇതണ്ട സെലക്ഷൻ ടൂൾ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പൊടിക്കകൾ യൂസ് ചെയ്യുന്ന ഉപകാരപ്പെടും. കാരണം നമ്മൾ പെട്ടെന്ന് ഓരോന്ന് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, കീബോർഡ് ഷോർട്ട് കട്ട് പഠിച്ചേക്കാം എപ്പോഴും. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ വി നിൽക്കിയപ്പോൾ ഈ സാധനം വന്ന്, സി നിൽക്കിയപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സാധനം വന്നു. അപ്പോൾ ഇങ്ങനെ എത്രയും അൺലിമിറ്റഡായി കട്ട് ചെയ്യുക. സി നിൽക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, വി നിൽക്കുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അൺഡു ചെയ്യണം. പിന്നെ റീഡു ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ലേ, റീഡു ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ കൺട്രോൾ ഷിഫ്റ്റ് സെറ്റ് നിൽക്കാൻ പറ്റാ. കണ്ട പഴയ പഠിക്കാനോ വന്നാണെങ്കിൽ കണ്ട. അപ്പോൾ കൺട്രോൾ സെറ്റ് നിൽക്കുന്നു, അങ്ങനെ എഡിറ്റിങ്ങും പൂർത്തിയാക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.